ജോലിയുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. സംഹൗ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ ബാച്ചലർ പാർട്ടിയിൽ സെക്യൂരിറ്റി ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിൽ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ടും റെഫറൻസ് ഇമേജുകൾ ഇല്ലാതെ ചെയ്തതാണ്. ബസ്സിനകത്തുള്ള ഒരു ട്രാവലിനാണ് നമുക്കിടെ ഈ ഇമേജ് കാണുന്നത്, ചുരുട്ടുവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ്. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേസറിനൊരു അല്പം ഗ്ലോസ് കൂടുതലായിരുന്നു. അതാണ് എൻ്റെ ഇനീഷ്യൽ ഇമേജ്, വാട്ട് ഐ ഹാവ് ഞാൻ കണ്ടൊരു ഇമേജ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള സുഹൃത്ത് പറഞ്ഞു, നിൽക്കടാ എന്തായാലും ഇത്ര റിസൾട്ട് അറിഞ്ഞിട്ട് പോവാ. ആ റിസൾട്ട് നമുക്ക് സെക്കൻഡ് പ്രൈസ്. മൈൽസ് ആൻഡ് ബോട്ടിലിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള ഫിലിം ഫാഷൻ ഇൻഡസ്ട്രിയിൽ അടിമുടി ഒരു ന്യൂ സ്റ്റൈൽ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ. നടനായും നമ്മൾ അദ്ദേഹത്തെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രവീൺ വർമ്മ. ബിഗ് ബിയിൽ തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസ് വരെ വമ്പൻ ഹിറ്റുകളുടെ ഭാഗമായി മാറിയ ഒരാളെയാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പ്രവീൺ സാറേന്ന് വിളിക്കുമ്പോൾ അതിനൊരു റീസണോടെയാണ്, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറോടെയാണ്. അപ്പോൾ സാർ, എങ്ങനെയായിരുന്നു ഇതുവരെയുള്ളൊരു പ്രൊഫഷണൽ യാത്ര? യാത്രയുടെ കഥ ഭയങ്കര നീണ്ട കഥയാണ്. ഈ സിനിമയിലേക്ക് വരുന്നതും സിനിമ ജീവിതം തുടങ്ങുന്നതും അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളുടെ ആ ഒരു യാത്ര വളരെ നീണ്ടതാണ്. എന്ന് വെച്ചാൽ അത് 2006 തുടങ്ങുന്നതാണ് ഫസ്റ്റ് മൂവി ബിഗ് ബി. അപ്പം അതിനു മുൻപും ഞാൻ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ പരസ്യചിത്രങ്ങൾ, സ്റ്റിൽ ഷൂട്ട്സ് അങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. എന്നാൽ പോലും ഈ ഒരു 2006 തൊട്ടുള്ള ഒരു ജേണി എന്ന് പറയുന്നത് നീണ്ട വളരെ എക്സൈറ്റിംഗ് ഇൻക്രെഡിബിൾ ജേണിയാണ്. സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ആ സിനിമയിലേക്ക് വരിക, അതിൻ്റെ ഭാഗമാവുക. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ മറ്റ് കലകൾ പോലെ ഉള്ള ഭയങ്കര ഒരു ഹിസ്റ്ററി അല്ല. കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാം. കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ഒരു ടൈം ഫ്രെയിം വളരെ കുറവാണ് കമ്പയറിങ് ടു അതർ ആർട്സ്. അതുകൊണ്ട് തന്നെ എന്നാൽ തന്നെ അതിൻ്റെ ഒരു ലീപ്പ് ഭയങ്കരമാണ്, സിനിമയുടെ ലീപ്പ് ഭയങ്കരമാണ്. അപ്പം അതെ, അപ്പം അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ ഭാഗ്യവാനാണ്. ഐ എം സർപ്രൈസ്ഡ്. ഞാനങ്ങനെ സിനിമയോട് അഭിനിവേശം ഉണ്ടായിട്ട് വന്ന ആളല്ല ശരിക്കും പറഞ്ഞ സിനിമയിലേക്ക്. ഒരുപക്ഷെ ഏറ്റവും കുറവ് സിനിമകൾ കണ്ടിട്ടുള്ളതും ഇപ്പോഴാണെങ്കിലും കുറവ് സിനിമകൾ കാണുന്നതുമായിട്ടുള്ള സിനിമക്കാരനായിരിക്കാം ചിലപ്പോൾ ഞാൻ. ഇല്ല, അത് ചിലപ്പോൾ അത് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിൽ എൻഗേജ്ഡ് ആവുന്നത് കൊണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ആ അതിൻ്റെ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉള്ള ഒരു പ്രോസസ്സുണ്ട്. അതാണ് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണി. അതെ, എന്ന് വെച്ചാൽ ഒരു സംവിധായകനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം, സംവിധായകനോ റൈറ്ററോ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവരുടെ ഒരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ കഥ എന്താണ്, ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കഥാപാത്രം, എത്ര കഥാപാത്രങ്ങളുണ്ട്, ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി ഇതെല്ലാം നമുക്ക് എൻ്റെ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ ആർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള
ഒരു ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സ് നടക്കുന്നത് ഈ സംവിധായകനുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ്. അപ്പം അതാണ് അതിൻ്റെ എന്നെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സും ജേണി. അപ്പം അത് കഴിയുന്നതോടെ ഒരുപക്ഷെ എനിക്കറിയാം ആ സിനിമയിലെ കഥാപാത്രങ്ങൾ എങ്ങനെ വരും, എൻ്റെ ക്ലോത്ത്സിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ കാണുകയാണല്ലോ, ഇവരെ കാണുകയാണ്, നമ്മളുടെ ക്ലോത്ത്സിൽ കാണുകയാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് അവിടെ കൊണ്ട് തീരുന്നതുകൊണ്ടായിരിക്കാം സിനിമ. പിന്നെ സിനിമ നമ്മൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ഡയറക്ടർ കഥ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ കഥ പറഞ്ഞു തരുന്നു. അപ്പോൾ ഏറ്റവും ക്ലോസറായിട്ട് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒബ്വിയസ്ലി അതൊരു വലിയ സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചാം ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ആ കഥയും അതിൻ്റെ പരിസരങ്ങളും കഥാപാത്രങ്ങളും എല്ലാം വളരെ ക്ലിയറാണ്. നമ്മൾ അടുത്ത് കാണുകയാണ്, സ്പർശിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് അവിടെ തീരുന്നതുകൊണ്ടാവാം ചിലപ്പോൾ എനിക്ക് കാണാനുള്ളൊരു പറ്റാത്തതോ താല്പര്യമില്ലാത്തതോ. ഒരു ആർട്ട് എന്നുള്ള നിലയിലാണ് കുറച്ചുകൂടെ ഒരു ആർട്ട് കൂടി ആയിട്ടാണ്, ഡിസൈനിങ് എന്നുള്ള രീതി മാത്രമല്ല. അതുകൊണ്ട് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെയല്ലേ? ഡെഫിനറ്റ്ലി അത് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ദോ ഇറ്റ്സ് കോൾഡ് കോസ്റ്റ്യൂം ഡിസൈൻ ഓർ ഫാഷൻ ഡിസൈൻ എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ പോലും ബേസിക്കലി ഹൂ യു ആർ എന്നുള്ളത് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഇപ്പോൾ നിങ്ങളൊരു ഒരു ആർട്ടിസ്റ്റാണ്, അതിനോടാണ് നിങ്ങളുടെ ഇൻക്ലിനേഷൻ എന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഡിസൈൻ എന്ന് പറയുന്നത് അത് ആർട്ടിലേക്ക് എത്തുന്ന ഒരു യാത്ര ഉണ്ടാവും, ഒരു തലം ഉണ്ടാവും. ഡിസൈനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ഒരു കൺട്രോൾഡ് ഫോം ഓഫ് ആർട്ടാണ് കോസ്റ്റ്യൂം. എനി ഡിസൈൻ എന്ന് പറയുന്നത് അതിനകത്ത് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്, അപ്ലൈഡ് ആർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് അതിനൊരു കൺട്രോൾ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനകത്ത് നിങ്ങളുടെ ചിന്തയുണ്ട്, യുക്തിയുണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്. ഡിസൈനിനെ ബേസ് ചെയ്ത് പറയാം, പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരു എലമെൻ്റ് ഉണ്ടാവാം. ഇതെല്ലാം കൂടെ ചേർന്ന് ആർട്ടാവുന്ന ഒരു തലം ഉണ്ടാവും. നിങ്ങളുടെ യുക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കല, ഇതെല്ലാം ചേർന്ന് ആർട്ടാവുന്ന ഒരു തലം ഉണ്ടാവും. ആ ഒരു തലമാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടം. ആ ഒരു തലം അച്ചീവ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഫാഷൻ സ്റ്റൈലിസ്റ്റ് അല്ലെ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയിൽ നമ്മൾ പേരെഴുതി കാണുന്നു ആളുകൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്താണ് ഈ പ്രോസസ്സ് എന്ന് ആളുകൾക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. എനിക്കും ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. സാർ ഒരു ഡ്രോയിങ്ങിൽ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അപ്പോൾ അതൊരു ഡ്രോയിങ്ങിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ നിന്നായിരിക്കും ഒരു ക്യാരക്ടറിന് ഇന്ന കോസ്റ്റ്യൂം എന്നുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കഥാപാത്രത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു ടൈം ബൗണ്ടായിട്ടുള്ള ഒരു അപ്ലൈഡ് ആർട്ടാണ്, അല്ലെങ്കിൽ ആർട്ടാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കണം, നമ്മളുടെ ഹോൾ പ്രോസസ്സ് തീർക്കണം. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടുള്ള, അതിൻ്റെ പരിമിതിയോ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലോ നിന്നുകൊണ്ടുള്ള കലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇത് കഥാപാത്രങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ കഥാപാത്രം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സോ സേ ഫോർ എക്സാമ്പിൾ ഒരു സെക്യൂരിറ്റി. ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ബാച്ചിലർ പാർട്ടിയിലെ പൃഥ്വിരാജ് വരുന്നത് സെക്യൂരിറ്റിയാണ്. ഡ്രൈവിംഗ് ലൈസൻസിൽ അതിൻ്റെ ടൈറ്റിൽ സോങ്ങിൽ വരുന്നതും സെക്യൂരിറ്റിയാണ്. അത് രണ്ടും സെക്യൂരിറ്റിയാണ്. ഈ രണ്ട് സെക്യൂരിറ്റികൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കല. അപ്പോൾ
അതിൻ്റെ ഈ കഥാപാത്രത്തിനെ നമുക്ക് പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും നിങ്ങൾക്കൊരു ആശയം ഉണ്ടാവാം, പക്ഷെ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ഇമേജ് എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾ വരയ്ക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വരച്ച് കാണിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ യു ഡു ലോട്ട് ഓഫ് റെഫറൻസസ്. അത് റെഫറൻസ് ഇപ്പോൾ ഓഷ്യൻ ഓഫ് ഇമേജസ് ഉണ്ട്. നിങ്ങളൊരു ഒരു കീവേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സെക്യൂരിറ്റി ഇന്ന് നിങ്ങൾ ഓൺലൈനിൽ അടിക്കുകയാണെങ്കിൽ, നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കടൽ വരും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ അല്ലാത്ത സമയങ്ങളും ഉണ്ട്. കാരണം യു ആർ നെവർ കോപ്പിയിങ് ദാറ്റ്. ഇപ്പോൾ ബാച്ചലർ പാർട്ടിയിലെ സെക്യൂരിറ്റി ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിലെ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ടും റെഫറൻസ് ഇമേജുകൾ ഇല്ലാതെ ചെയ്തതാണ്. അത് വളരെ ബാച്ചലർ പാർട്ടി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടൈറ്റില് വളരെ വർക്ക്ഡപ്പ് ആയിട്ട് ചെയ്തു. ഈ രണ്ട് അവസരങ്ങളിലും എടുത്തു പറയേണ്ടത് രണ്ട് ഡയറക്ടേഴ്സിൻ്റെയും എൻ്റെ മുകളിലുള്ള ട്രസ്റ്റ് കൊണ്ട് അവർ ആ കഥാപാത്രത്തിനെ എനിക്ക് വിട്ടുതരുന്നത്. സോ ഇറ്റ്സ് ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഞാൻ റെഫറൻസ് ഇമേജസ് കാണിച്ചിട്ടുണ്ടായില്ല. ഐ വാസ് ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ദേ ട്രസ്റ്റഡ് മീ, സോ ഐ കുഡ് പുൾ ഇറ്റ് ഓഫ്. പക്ഷേ ഈ ഒരു ഇമേജിൽ നിന്ന് നിങ്ങൾ അതേപടി കോപ്പി ചെയ്യുക എന്നുള്ളത് ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, അഡാപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള പ്രോസസ്സ് തുടങ്ങുന്നത് ഈവൻ ഇഫ് യു ഹാവ് ടു സെർച്ച് എൻ ഇമേജ്, യു നീഡ് ടു ഹാവ് എൻ ഐഡിയ ഇൻ യുവർ തോട്ട്സ് ഇൻ യുവർ മൈൻഡ്. അപ്പം അതെ, അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സ് തുടങ്ങുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല, അത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ 10 കൊല്ലം മുൻപ് കണ്ടിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിരിക്കാം ബാച്ചലർ പാർട്ടിയിലെ പൃഥ്വിരാജിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഇമേജറി ആയിരിക്കാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടൈറ്റിൽ സോങ്ങിൽ വരുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ യു വിൽ ഹാവ് ദിസ് ഐഡിയ, നിങ്ങളുടെ ഒബ്സർവേഷനിൽ ഈ ആശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് അതിൻ്റെ ഒരു കളർ സ്കീം എങ്ങനെ ഉണ്ടാവണം, ഈ കഥാപാത്രം ഏത് കളറിൽ ഉണ്ടാവണം, ലിറ്ററലി ഓൾസോ അതിൻ്റെ ഒരു ടെക്സ്ചർ, ആ കഥാപാത്രത്തിന് ഉപയോഗിക്കുന്ന ക്ലോത്ത്സിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവണം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം ഈ ത്രൂ ഇമേജസ് അല്ലെങ്കിൽ ത്രൂ യുവർ ഇലസ്ട്രേഷൻസ് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട് അത് ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യായിരിക്കും, സോഴ്സ് ചെയ്യായിരിക്കും ആസ് എ ഗാർമെൻറ്റ്. പിന്നീട് അതിന് ഓൾട്രേഷൻസോ അഡീഷൻസോ ഒക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ ചിലത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും. ഇതൊരു സിംഗിൾ മാൻ പ്രോസസ് അല്ലല്ലോ, ഇതിലൊരു ടീം വേണ്ടേ? സോ ഇത്രയും വർഷമായിട്ടുള്ള ഒരു ടീം ഉണ്ടോ സാറിൻ്റെ അപ്പോൾ? ഡെഫിനറ്റ്ലി. അങ്ങനെ ഒരു സിനിമയിൽ നമ്മളുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് യൂണിയൻ ഉണ്ട്. യു വിൽ ഹാവ് നിങ്ങൾ വർക്ക് ചെയ്ത് പരിചയമുള്ള അസോസിയേറ്റ്സ് ഉണ്ടാവും. 1, 2, 3, 4 സിനിമകളിൽ വർക്ക് ചെയ്തിട്ട് പരിചയമുള്ള അസോസിയേറ്റ്സ് ഉണ്ടാവും. ഒരു ചീഫ് അസോസിയേറ്റ് ഉണ്ടാവും, പിന്നെ അസിസ്റ്റൻസ് ഉണ്ടാവും, ടൈലേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കാണ്ടാത്ത കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പോലീസുകാരൻ നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ആക്ടർ, ഒരു പോലീസുകാരൻ, പോലീസ് വേഷമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ആസ് എ ഡിസൈനർ നമ്മൾ ആലോചിക്കേണ്ട. കാരണം പോലീസിന് അവരുടേതായിട്ടുള്ള യൂണിഫോമുണ്ട്, ബാഡ്ജസ് ഉണ്ട്, തൊപ്പിയുണ്ട്, അതിന് പ്രത്യേക അളവുകളുണ്ട്. ഇത് ഒരു അസോസിയേറ്റ് ഏറ്റെടുത്ത് ചെയ്യും. അതുപോലെ ചിലപ്പോൾ ഒരുപാട് ക്രൗഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെന്റഡ് ക്ലോത്ത്സിന്റെ ആവശ്യം വരും. അതൊക്കെ അവർ ഏറ്റെടുത്ത് ചെയ്തോളും. സോ ദാറ്റ് യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദ ക്രിയേറ്റീവ് പ്രോസസ്. ഓക്കെ.
ഏറ്റവും അധികം ഇപ്പൊ ഇത്ര അധികം പടങ്ങൾ ചെയ്തു ടോട്ടൽ അല്ലേ? അപ്പൊ അതിൽ ഏറ്റവും അധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു മൂവി ഏതാണ്? എല്ലാ സിനിമകളിലും ഒരേപോലെ എഫേർട്ട് ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട് പ്രോസസ്സ്, അതായത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ സിനിമകൾക്കും ഒരേപോലെയാണ്. അത് എത്ര വലിയ പടം ആണെങ്കിലും, എന്നെ സംബന്ധിച്ചോളം എത്ര ചെറിയ പടമാണെന്നുണ്ടെങ്കിലും ഒരേ എഫേർട്ട് തന്നെ. ഒരു കഥാപാത്രത്തിന് ക്ലോത്ത്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലോത്ത്സിലൂടെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ സമയം കൂടുതലോ കുറവോ വേണ്ടി വരും. ഇപ്പോൾ ഡബിൾ ബാരൽ പോലൊരു സിനിമയ്ക്കകത്ത് അത്ര അധികം കഥാപാത്രങ്ങളും അത്ര അധികം കോൺട്രാസ്റ്റുകളും ഉള്ള കഥാപാത്രങ്ങളും, ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ ഓരോ ഡിസ്നി ക്യാരക്ടേഴ്സ് പോലെ. അപ്പൊ അതിന് നിങ്ങൾ അഗൈൻ അത് ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഈവൻ ഡബിൾ ബാരൽ പോലും ഒരുപാട് സമയമെടുത്ത് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ബിക്കോസ് I had all these ideas. You are always watching, you are always observing. അപ്പോൾ ഒരു കഥാപാത്രത്തിനെ പറയുമ്പോൾ you will spontaneously you will have an idea because of your experience, because of your observation skills, അല്ലെങ്കിൽ ആ വിഷയത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഉണ്ടാവും. The only thing is that you have to convince the director. Directorനെ convince ചെയ്യുക. You have this idea, convince him and do it. അപ്പോൾ ഇപ്പൊ ജേർണി ഇത്ര ആയല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഡയറക്ടർ എടുത്ത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിനൊരു അല്ലെ, നമ്മൾ പറയുമ്പോൾ യു ആർ ആൻ എക്സ്പീരിയൻസ് ഡിസൈനർ, സോ അത് അക്സെപ്റ്റബിൾ ആണ്. ആ തുടക്കം സമയത്ത് ബിഗ് ബി പോലുള്ളൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയിലോട്ട് വന്ന സമയത്ത് ഇതാണ് മമ്മൂക്കനെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ? അതെങ്ങനെ വർക്ക്ഔട്ട് ആയി അവിടെ? ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച മാമാണ്. മാമും അമൽനീരത്തും ബാച്ച്മേറ്റ്സാണ്. ഓ, മാമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ഡയറക്ടറും നിങ്ങളും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷനും ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അപ്പൊ അമൽനീരത്തിൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ബട്ട് ഹി ഹാസ് സർട്ടൻ സോർട്ട് ഓഫ് വെരി ഗുഡ് ക്ലാരിറ്റി. എന്ത് വേണം എങ്ങനെ വേണം എന്നല്ലേ. അപ്പോൾ ബിയുടെ ഒരു പ്രൊമോഷണൽ ഇമേജാണ് ഞാൻ ആദ്യം കാണുന്നത്. ബിഫോർ ദാറ്റ് ഐ വാസ് ടീച്ചിങ്. ഞാൻ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി എൻ്റെ ബസ്സിനകത്തുള്ള ഒരു ട്രാവലിലാണ് ഞാൻ ഈ മമ്മൂക്കയുടെ ഈ ഇമേജ് കാണുന്നത്. ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ്. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ബ്ലേസറിനൊരു അല്പം ഗ്ലോസ് കൂടുതലായിരുന്നു. അതാണ് എൻ്റെ ഇനീഷ്യൽ ഇമേജ്, വാട്ട് ഐ ഹാവ്. ഞാൻ കണ്ടൊരു ഇമേജ് ഉണ്ട്. പക്ഷെ ഒരു വേഫർ ഗ്ലാസസ് ചുരുട്ട് ഒരല്പം ഗ്ലോസി ആയിട്ടുള്ള ബ്ലേസർ. അത് ഐ തോട്ട് ഓക്കെ ദിസ് ക്യാരക്ടർ ഇസ് ഗുഡ്, കൊള്ളാം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഇമേജ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആ ജാക്കറ്റ് വേണമെങ്കിലൊന്ന് കുറച്ച് ഗ്ലോസി കുറയ്ക്കായിരുന്നു, ഒരു ഗ്രഞ്ച് ലുക്കൊക്കെ. അപ്പൊ അതൊന്ന് വേണമെങ്കിൽ ടോൺ ഡൗൺ ചെയ്യായിരുന്നു മാത്രം ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ മാമിൻ്റെ കോൾ വരുന്നത്. സി മൈ ഫ്രണ്ട് അമൽ ഈസ് ഡൂയിങ് എ ഫിലിം. അപ്പോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞാണ്, എനിക്ക് സമയം ഉണ്ടാവില്ല, മൈ ഓൺ സ്റ്റോറി. സോ താൻ പോയി കാണുക, കണ്ടിട്ട് സംസാരിക്കും. സോ ഐ വെൻ ദേർ ലേട്ടനെ കണ്ടു. സോ ഈ സെഡ് ഓൾറെഡി ആളായിട്ടുണ്ട്. സോ മേബി വിൽ വർക്ക് ഫോർ നെക്സ്റ്റ് മൂവി. ഓക്കെ. അപ്പോൾ എനിക്കത് അതാണ് ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ആയിട്ട് ചെല്ലുന്ന ആളല്ല. ഒന്ന്. രണ്ട്, ആ സമയം എന്ന് പറയുന്നത് കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നതിന് ഒരു സാധ്യത ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും. It's been 2006 2000-ലാണ് ഞാൻ പഠിച്ചിറങ്ങുന്നത്. അന്ന് എൻ്റെ നാട്ടിൽ എനിക്കൊന്നും ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഈ ഡിസൈനിങ് പഠിക്കാൻ ആയിട്ട് വന്ന ആള്.
കൺവിൻസ് ചെയ്യണ ആളുകളെ ഇതാണ് ഞാൻ പഠിക്കുന്നതല്ലേ. അതെ, അങ്ങനെ ഒരു ഡിസിപ്ലിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അറിയില്ല, അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല ഡിസൈനിങ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ ഇതൊരു നല്ല സാധ്യതയാണോ സിനിമ എന്ന് പറയുന്നതിനകത്ത്? സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ നല്ല ഒരു ഓപ്ഷൻ ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പിന്നെ ആസ് എ യങ്സ്റ്റർ യു വിൽ ഹാവ് യുവർ ഓൺ കൺഫ്യൂഷൻസ്. അപ്പം അങ്ങനെ പോയി കണ്ടപ്പോൾ ഓൾറെഡി ആളായിട്ട് നിന്നു. ഓക്കെ, തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം കോൾ വന്നു, എടുത്താൻ ഇവിടെ വരെ ഒന്ന് വാ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ഫ്ലാറ്റിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ പുള്ളി കണ്ടോണ്ട് തന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള സമയത്തിനോട് പറഞ്ഞു, അല്ല ആള് തന്നെ എന്നോട് പറഞ്ഞു, ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ഐഡിയ ഇത് ഞാൻ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നതാണോ അതോ ഇനി എന്താണെന്നുള്ളത് തീരുമാനമായിട്ടില്ല, എപ്പോഴും ഉറപ്പില്ല എനിക്ക്. അപ്പോൾ ഇതാണ് ക്യാരക്ടേഴ്സ്, ഇതാണ് ക്യാരക്ടേഴ്സ്. അപ്പം എങ്ങനെ ഉണ്ടാവണം എന്നാണ് തൻ്റെ ഒരു ധാരണ. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഈ ക്യാരക്ടർ പ്രോബ്ലി ഞാൻ കണ്ടത് ഇങ്ങനൊരു ലുക്കിലാണ്. പക്ഷെ ഐ വുഡ് സജസ്റ്റ് ടു ഗോ ഫോർ എ കോർഡ്രോയ് ഷർട്ട് ഓർ സംതിങ് എ ബിറ്റ് മോർ ടെക്സ്ചറസ്. ഓക്കെ, അത് വിട്ടിട്ട് ബാക്കി ഇനി ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രങ്ങളും, മനോജ് കജയൻ്റെ ക്യാരക്ടർ, ആളങ്ങനെ ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് അവിടുത്തെ ഫ്ലേവറുള്ള കുർത്താസ്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കുന്ന ആൾക്ക്. മൂന്നാമത്തെ ക്യാരക്ടർ ബാല ചെയ്ത ക്യാരക്ടർ, ആളൊരു ഫൈറ്റർ ഒരു ആയതുകൊണ്ട് തന്നെ, സിനിമയിലെ ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ ആൾ കുറച്ചുകൂടെ കളറാവാം, കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ആവാം, കുറച്ചുകൂടെ മെയ്ഡപ്പ് ആവാം. ഓക്കെ, ഏറ്റവും ലാസ്റ്റിലത്തെ ആള് കുറച്ചുകൂടെ യങ്ങറായതുകൊണ്ട് പുള്ളിക്ക് ഫ്ലോവേഴ്സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്യാഷ്വൽ. ഓക്കെ, അപ്പം തന്നെ വൈകുന്നേരം ബാംഗ്ലൂർ പോകുള്ളൂ, പർച്ചേസ് ചെയ്യും. ഞാൻ ഒരു ഷർട്ടും ഒരു ട്രൗസേഴ്സും, നമുക്കിങ്ങനെ ധാരണയില്ല. ജോലി ചെയ്യാൻ വരുവാണ്, സിനിമയിലേക്ക് വരുവാണെന്നുള്ള ധാരണയില്ല. അപ്പം ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ വരുന്ന പോലെ ഞാൻ എനിക്ക് ഇടാനൊന്നും എടുത്തില്ല. അത് കുഴപ്പമില്ല, താൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു. ഇവിടുന്ന് പോയി 2 ദിവസം അവിടെ പർച്ചേസ്, തിരിച്ചു വന്ന് സാധനങ്ങൾ കണ്ടു, അതിൻ്റെ അടുത്ത് ദിവസം. സോ ഇൻ എ മാറ്റർ ഓഫ് 4 to 5 days ഞാൻ സിനിമയെ. ആക്ച്വലി മലയാള സിനിമയ്ക്ക് സാറിനെ പോലെ ഒരാളെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും ഷോർട്ട് ടൈമിൽ ഇങ്ങനെ അല്ലെ ഒരാള് അത്രയും വലിയൊരു മൂവിയിലോട്ട് കാസ്റ്റ് ആവാന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. എനിക്കിപ്പോഴും അതിശയം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സിനിമയെ കുറിച്ച്, സിനിമ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം. അവർക്കൊന്നും ഇല്ലാത്ത, അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഭാഗ്യം ആണെന്ന് ഞാൻ പറഞ്ഞു. സാറിന്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവല്ലയാണല്ലോ. അപ്പോൾ ആ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്ക് ബാക്ക് ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചേക്കാം, അല്ലെങ്കിൽ ഇതാണ് നല്ലതെന്ന് സജസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? ശരിക്കും ഡിഗ്രി പഠിക്കുമ്പോൾ അന്ന് ഇന്നത്തെ സെമസ്റ്റർ സിസ്റ്റം അല്ല, ഡിഗ്രി ഇയർ വൈസ് ആണ്. ഇപ്പം ഡിഗ്രി ബികോമിന് പഠിക്കുമ്പോഴാണ് എൻ്റെ ഫൈനൽ ഇയറിൽ ഇവിടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് വെച്ചിട്ടാണ്. യൂണിവേഴ്സിറ്റിയാണ്? അല്ലല്ല, അതിൻ്റെ ഇൻവിറ്റേഷൻ ഞങ്ങളുടെ കോളേജിൽ വന്നു. ആ അപ്പം സാർ നമ്മളെ കൊണ്ട് കാണിച്ച ഇൻവിറ്റേഷനിൽ ഒരു ഐറ്റം, അപ്പോൾ കൊള്ളാം, ഇത് ഒന്ന് ട്രൈ നോക്കാം. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അതിന് മുൻപ് എൻ്റെ ചേട്ടൻ ഈ ഫിലിം ഫെയർ മാഗസീൻസ് വരുത്തും വീട്ടിൽ. ചേട്ടനും സിനിമകളോട് താല്പര്യമുണ്ട്. ഫിലിം ഫെയർ മാഗസീൻസിനകത്ത് ഈ ബ്രാൻഡുകളുടെ ഒക്കേഷണൽ വെയർസ് അല്ലെങ്കിൽ ഇതുപോലെ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ജയജവാലയോ അതേപോലെ ഉള്ള
ഡിസൈനേഴ്സിൻ്റെ ഒക്കെ ഇമേജസ് അതിനകത്തുണ്ട്. സോ നമ്മളുടെ സാധാരണ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിലോ മാഗസീൻസിലോ ഇല്ലാത്ത പുതിയ പുതിയ സാധനം അത് അതിനകത്ത് ഉണ്ടായിരുന്നു. സോ ഈ ഫാഷൻ ഷോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഫിലിം ഫെയർ മാഗസീനാണ് ഓർമ്മ വന്നത്. അതിനകത്തുള്ള നമ്മൾ കാണുന്ന ഈ ആക്ടേഴ്സിന്റെ ക്ലോത്ത്സ്, അന്നൊക്കെ സൽമാൻ ഖാൻ, ആമിർ ഖാൻ ഇവരൊക്കെ കത്തി നിൽക്കുന്ന കാലം. അപ്പൊ അവര് ഇടുന്ന ക്ലോത്ത്സ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. സെൻട്രൽ സ്പ്രെഡ് ഒരു 6 പേജസ് ഏതെങ്കിലും ഒരു സ്റ്റാറിന്റെ ഷൂട്ടായിരിക്കും, ഫോട്ടോഷൂട്ടായിരിക്കും. അപ്പൊ അതിനകത്തൊക്കെ ഇവരുടെ ക്ലോത്ത്സ് നമ്മൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അൺനോയിങ്ലി വേണമെന്ന് വെച്ചിട്ടില്ല, കൊള്ളാം. നമ്മൾ ആ ആക്ടറിനോടുള്ള ആരാധന കാരണം നോക്കുന്നില്ല, ആസ് സച്ച് ക്ലോത്ത്സിനോടല്ല. പക്ഷെ ഈ ഇൻവിറ്റേഷനകത്ത് ഫാഷൻ ഷോ എന്ന് കണ്ടപ്പോൾ ഐ ജസ്റ്റ് കണക്റ്റഡ്. അപ്പൊ അങ്ങനെ ശരി, ഫാഷൻ ഷോ എന്താ അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫാഷൻ ഷോയ്ക്ക് പേര് കൊടുത്തു. ഞങ്ങൾ 5 പേര് ഫ്രണ്ട്സ്. അങ്ങനെ അപ്പൊ ഇത് ബാക്കി ഇത് പേര് കൊടുത്തു. ഇന്നത് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും നമ്മളുടെ പിടിയിൽ ഒതുങ്ങുന്നത് വേണമല്ലോ. നമുക്ക് ഒന്നാമത് അങ്ങനെ ഒരു സ്ഥലം, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, നമ്മളുടെ കയ്യിലധികം പൈസ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ കോറത്തുണി ആണ് നമ്മളുടെ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക്, ഗ്രേ ഫാബ്രിക് ആണ്. ഗ്രേ ഫാബ്രിക് നമുക്ക് കോറത്തുണി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓഫ് വൈറ്റ് കളറിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. അതാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് മേടിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ കടയില്. അപ്പൊ ഇതിനകത്ത് ഫാബ്രിക് പെയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനുള്ള ഇമേജസ് എന്തൊക്കെ വേണം. ഒരെണ്ണം നമ്മള് അടുത്ത് നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആള് ചോരെഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് നല്ല ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് പുള്ളി ആ രീതിയിൽ പോകുന്ന ആളായിരുന്നു. ആളെ കൊണ്ട് ഒരു വലിയ തെയ്യത്തിന്റെ പടം ബാക്കിൽ വരപ്പിച്ചു, കുറേ തുണി വരപ്പിച്ചു. പിന്നെ ബോർഡർ മോട്ടിഫുകള്. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ അന്ന് ഈ ഷർട്ട് ബ്രാൻഡുകൾക്കൊക്കെ ഈ ഫ്ലയേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരുടെ പരസ്യങ്ങൾ തൂക്കാനായിട്ട് ബോർഡുകളൊക്കെ ഉണ്ടാവും. ഈ അസറ്റേറ്റ് ബോർഡുകൾക്കകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള സ്ക്രീൻ പ്രിന്റ്. അപ്പൊ അതിനകത്ത് ചില ഇൻട്രസ്റ്റിംഗ് മോട്ടിഫുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മോട്ടിഫ് ഞാൻ തന്നെ വരച്ചു. ഒരെണ്ണം, കാരണം ഈ വരയ്ക്കുന്ന ആൾക്കും കൊടുക്കാൻ പൈസ ഇല്ല, ഒരെണ്ണത്തിന് കൊടുക്കാനുള്ള പൈസയേ ഉള്ളൂ. അപ്പൊ ആ തെയ്യത്തിനുള്ള പൈസ കൊടുത്തു, ബാക്കി ഞാൻ തന്നെ വരച്ചു. അങ്ങനെ ഇതൊരു നമ്മള് ഒന്നും അതിൻ്റെയുള്ള ഒരു രസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താവും കോളേജിൽ. കാരണം എന്താ വെച്ചാൽ കോളേജിൽ അത് മുമ്പുള്ള 2 വർഷങ്ങള് ഒരു ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നില്ല, ഒരു പരിപാടികളും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ബാൻഡായിരുന്നു 2 വർഷം ശരിക്കും പറഞ്ഞാൽ. യൂത്ത് ഫെസ്റ്റിവൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർട്സ് ക്ലബ് പരിപാടികളെല്ലാം. ലാസ്റ്റ് ഇയറിൽ മാത്രം കുറച്ചൊരു ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ ഇങ്ങനെ ഇൻവിറ്റേഷൻ വന്നു, നമ്മളെടുത്ത് ചാടി പുറപ്പെട്ടു. അപ്പൊ അങ്ങനെ എൻ്റെ 5 സുഹൃത്തുക്കൾ 6 പേരുണ്ടായിരുന്നു. മിനിമം 5 പേരാണ്. 6 പേരുണ്ടായിരുന്നു. ഒരാൾ ലാസ്റ്റിൽ സ്കൂട്ടറായി. അങ്ങനെ ഞങ്ങള് ഷോയ്ക്ക് ഇറങ്ങി. നിങ്ങൾ തന്നെയാണ് മോഡൽസ്? ഞങ്ങൾ തന്നെ. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത അവസ്ഥ. അറിയില്ല ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ആരും വരികയില്ല, അതാണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ 5 സുഹൃത്തുക്കള് മാത്രം കറക്റ്റായിട്ട് എല്ലാവരും ഓക്കെ ചെയ്യാം സംഭവം ചെയ്തു. കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ മത്സരം കഴിഞ്ഞു. അപ്പൊ പരിപാടി ഷോ കഴിഞ്ഞു, വിട്ടേക്കാം. നമ്മളുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു 5 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു, ശരി പോവാം ഇറങ്ങിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ഉള്ള സുഹൃത്ത് പറഞ്ഞു, നിക്കടാ എന്തായാലും ഇത്ര ആയില്ലേ, റിസൾട്ട് പോവാ. റിസൾട്ട് വന്നപ്പോ നമുക്ക് സെക്കൻഡ് പ്രൈസ്. പിന്നെ ആകെ എക്സൈറ്റ്മെന്റ് ആയില്ലേ. കാരണം
ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്പേസില് 2 വർഷം ഒരു പരിപാടികളില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര, അപ്പൊ പിന്നെ അത് ആഘോഷമാക്കി. അത് സോണൽ ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിന്റെ ഫിനാലയുടെ ലാമറേറ്റിൽ വെച്ചു. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ അവിടെ ജഡ്ജ് ചെയ്യാൻ വന്ന ഒരു മാമാണ് എന്നെ ഇവിടെ എറണാകുളത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ബിക്കോസ് ഐ ലൈക്ക് യുവർ ക്ലോത്ത്സ്. നിങ്ങളുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും കോളേജുകൾ ഉണ്ടാകുന്നതിൽ എനിക്ക് നമ്മളുടെ മാത്രമാണ് കുറച്ചുകൂടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ളത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നെങ്കിലും നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ടു. മാത്രമല്ല, യു ലോസ്റ്റ് ബിക്കോസ് യു ഡിഡ്ന്റ് വെയർ എ ഫുട്വെയർ. അതാ അവർ പറഞ്ഞു, ഫസ്റ്റ് കിട്ടാതിരുന്നുള്ള ചെരുപ്പിട്ടില്ല. നമുക്ക് ചെരുപ്പ് എന്താണെന്ന് അറിയാൻ വയ്യ, അറിയാമെങ്കിൽ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. റബ്ബർ ചെരുപ്പല്ല, വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പൊ യു ലോസ്റ്റ് ബിക്കോസ് ഓഫ് യു ഡിഡ്ന്റ് വെയർ ഫുട്വെയർ. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയുണ്ട് ഇതിന്. ഫാഷൻ ഡിസൈനിങ് ആണ്. സോ ഇഫ് യു വോണ്ട് ടു ജോയിൻ, ഐ ഹാവ് മൈ institute. My guy over there, you can go and meet him. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഡിസൈനിങ് പഠിക്കുന്നത്. Okay. That's in 2000. And how you convinced your family? They were open to it. എന്താ വെച്ചാൽ ഒന്ന് അമ്മ മ്യൂസീഷ്യൻ. അമ്മയുടെ അമ്മ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി സ്വാതിരുന്ന കോളേജിൽ മ്യൂസിക് പഠിച്ചാണ്. സോ ഷീ ഹാസ് ദാറ്റ് സോർട്ട് ഓഫ് എക്സ്പോഷർ. അച്ഛൻ പ്രീമിയർ കേബിൾസിൽ മെഷീൻ ഓപ്പറേറ്റർ ആയിരുന്നു. ആൻഡ് probably he is the best designer that I know. Okay. Designer in the sense, എനിക്ക് പല ഘട്ടങ്ങളിലും ഇതിൻ്റെ ഒരു യുക്തി വരുന്നത് ഒരുപക്ഷെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈസ് എ വെരി ഗുഡ് ഡിസൈനർ. അങ്ങനെ പേരിട്ട് ഇപ്പൊ ഡിസൈനിങ് പേര് വന്നിട്ട് പോലും അധികം സമയമായിട്ടില്ല. അത് തന്നെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെ ഒരു വീക്ഷണം ഉള്ള ആളാണ് അച്ഛൻ. ദാറ്റ് സോർട്ട് ഓഫ് സ്റ്റഫ് ഹി ഡസ്. ഭയങ്കര വലിയ കാര്യങ്ങൾ ആയിരിക്കണം എന്നില്ല, പക്ഷേ കോമൺ പീപ്പിളിനേക്കാളും എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലേ? അത് ഡെയിലി ഹൗസ് ഹോൾഡ് തിങ്സിലായിരിക്കാം. ചിലപ്പോൾ ഒരു പേന അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിന്റെ നെക്ക്, ഇതിലൊക്കെ ആള് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവിടെ അപ്ലൈ ചെയ്യുന്ന ആ യുക്തി ഉണ്ട്. Some materials that he matches together or applies together. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ധാരണയുള്ളതുകൊണ്ട്, അവർ ചെയ്തതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാവും ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എതിർപ്പ് ഉണ്ടായില്ല. രണ്ടുപേരും കല അറിയാവുന്ന ആൾക്കാരായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു, ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കാത്തൊരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ ഒബ്വിയസ്ലി നല്ലൊരു ഫാമിലി സപ്പോർട്ടോട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഡിസൈനറിനെ കിട്ടിയത്. ഫിലിമിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുന്നു, അതുകൂടാതെ സാറായിരുന്നു, എൻ്റെ സാറായിരുന്നു. അപ്പോൾ ടീച്ചിങ് ചെയ്തിട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് എന്തൊക്കെ പ്രൊഫഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്? എനിത്തിങ് റിലേറ്റഡ് ടു ഡിസൈൻ, അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി മാറും എന്നുള്ളതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി മെയിൻ ആയിട്ട് ചെയ്തത് റിലേറ്റഡ് ടു ക്ലോത്ത്സ് തന്നെയാണ്. അല്ലാതെ ചെയ്യുന്നത് പ്രൊഫഷണൽ നമുക്ക് പറയാൻ പറ്റില്ല. ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഞാൻ പലതും ചെയ്യുന്നുണ്ടാവാം. ഒരു ഹോബി ആവാം. അതെ അതെ അതെ, മെയിൻലി ഇത് തന്നെ, ക്ലോത്ത്സുമായിട്ട് റിലേറ്റഡ്. ഓക്കെ. ഫാമിലി, അർച്ചന ചേച്ചി
എനിക്ക് ആളെ അറിയാം, ഡിസൈനർ ആണെന്നുള്ളത് അറിയാം. ഇപ്പൊ നിങ്ങളുടെ അഡീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, 1-2 കുഞ്ഞുമക്കൾ, അവരെ കുറിച്ചൊക്കെ പറയൂ. അർച്ചന ആണ് ബെറ്റർ ഹാഫ്. ഓക്കെ. അർച്ചന ഡിസൈനറാണ്. പോർട്ട്ഫോളിയോയുടെ മോഡലായിരുന്നു ഞാൻ. അതെ. She is into totally different ventures and discipline. Same discipline, but probably ആളുടെ ആശയങ്ങൾ വെഞ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ടുവേർഡ്സ് ഡിസൈൻ, കുറച്ചുകൂടെ റൂട്ടഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ അർച്ചന ഡിസൈനറാണ്. അങ്ങനെയുള്ള ഹാൻഡ്ലൂംസ്, അങ്ങനെ കുറച്ചുകൂടെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. 2 മക്കള്, ഒരാള് ഉത്തര, മൂത്തയാള് ഉത്തര 8 വയസ്സ്, രണ്ടാമത്തെ ആള് 4 വയസ്സുകാരൻ അനന്തനാരായണൻ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇപ്പൊ പറഞ്ഞു വന്നല്ലോ, ഇപ്പൊ ഒരു ഷോ അറ്റൻഡ് ചെയ്ത കാര്യം, ആദ്യമായിട്ട് ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു കോള്, ഒരു ഡയറക്ടറുടെ ഒരു കോള് വന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും വർഷത്തിനുള്ളിൽ കുറേയധികം എക്സ്പീരിയൻസസിലൂടെ കടന്നുപോയി. ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് ഏതായിരിക്കും? ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഡെഫിനറ്റ്ലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സാർ ഇൻവിറ്റേഷൻ കൊണ്ടുവന്നാണ് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. അവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത തുടങ്ങിയത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെയൊക്കെ പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ല. യു ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിനോട് ഇഷ്ടം ആയി, ഇഷ്ടം തോന്നി തുടങ്ങി, ആൻഡ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, യു കീപ് ഡൂയിങ് ഇറ്റ്, ആൻഡ് യു know add something or the other on that journey. അങ്ങനെ അത് സംഭവിച്ചിട്ടുള്ളൂ. യു ലൈക്ക് ഡിസൈനിങ്. എനിക്ക് വരയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഇത് കണക്ട് ആയത്. വലിയ വരക്കാരൻ എന്നുള്ളതല്ല, വരയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. യൂസ് ടു സ്ക്രിബിൾ ഡൗൺ, വരയ്ക്കായിരുന്നു, ചെറിയ തോതിൽ വരയ്ക്കും. അങ്ങനെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ കണക്റ്റഡ് ദോസ് 2 dots ആൻഡ് ഫ്രം there you kept doing it. ഡിസൈനിങ് പഠിച്ചു, you kept working on your vocabulary and library. നിങ്ങൾക്ക് ആദ്യം ജോലിയുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, somehow you have to trust yourself എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ആ ജേർണിയിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കോണമെന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് ചെയ്ത് കോസ്റ്റ്യൂമിലൊക്കെ എന്ന് വെച്ചാൽ ആളെ സൂപ്പർ നല്ലൊരു ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ആക്ടറിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫ്രീഡം, ചില ക്യാരക്ടേഴ്സിന് ഒബ്വിയസ്ലി ഒരു ഇങ്ങനെ വേണം എന്നുള്ളൊരു ചട്ടക്കൂടുണ്ടാവാം, പക്ഷെ ആ ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് തന്നെയാണ് ആളിതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിൽ പൃഥ്വിരാജ് കൂടുതൽ ഭംഗിയായിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു മുൻപ് തന്നെ? അത് ആ കഥാപാത്രത്തിന് നമുക്ക് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ യു വിൽ ആഡ് എലമെന്റ്സ് ടു ദാറ്റ് ക്യാരക്ടർ. ഒരു കഥാപാത്രം ഈ കഥ പറയുമ്പോൾ തന്നെ ആദ്യം കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കില്ല, കഥയായിരിക്കും പറയും. ആ കഥ പറയും, നായകനിയാളാണെന്ന് പറഞ്ഞ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യു വിൽ ഹാവ് ദീസ് സോർട്ട് ഓഫ് എലമെന്റ്സ് റണ്ണിങ് ത്രൂ യുവർ ഹെഡ്, തോട്ട് പ്രോസസ്. അത് ചിലപ്പോൾ ഓവർ ദാറ്റ് എക്സൈറ്റ്മെന്റ് അപ്പോൾ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് തുടങ്ങും. ഇറ്റ്സ് ദ വൈബ് ദാറ്റ് യു ഹാവ് വിത്ത് ദി ഡയറക്ടർ. അപ്പോൾ ആ മൊമെന്റിൽ തന്നെ, ആ ഡയറക്ടർ പറയുന്ന ആ മൊമെന്റിൽ തന്നെ ചിലപ്പോൾ ഈ എലമെന്റുകൾ വന്നു തുടങ്ങും. ഇതിൻ്റെ ഫാബ്രിക്, ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ, ഇതിൻ്റെ കളർ, ഇതിൻ്റെ പ്രിന്റ്, or how detailed it should be, how the fit should be, ഇതെല്ലാം
മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോക്ക്ഡൗണിൽ ഹിറ്റായ ഒരു സ്റ്റൈലാണ് ഈ ബിയേർഡ് ആൻഡ് ലോങ് ഹെയർ. എൻ്റെ അറിവിൽ സാർ ഒരു 10 വർഷം മുന്നേ ഈ സാധനം ഇറക്കിയിട്ടുണ്ട്. അന്ന് നമുക്കത് പുതിയൊരു സംഭവമാണെങ്കിൽ ഇന്നതൊരു ട്രെൻഡായി മാറി. അന്നത് പ്ലാനിങ്ങിൽ ചെയ്തതായിരുന്നു അതെയോ ബേസിക്കലി ഒരു അല്ല അതൊരു അതിനെ കുറിച്ച് ഓക്കെ യു ലൈക്ക് ലോങ് ഹെയർ ലെറ്റ് ഇറ്റ് ബി ലെറ്റ് ഇറ്റ് ഗ്രോ ലൈക്ക് ബിയർഡ് ലെറ്റ് ഇറ്റ് ഗ്രോ അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ അതല്ലാതെ ഒരു മാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ അത് ട്രെൻഡ് ആയില്ലേ? ഇപ്പൊ എല്ലാവരും ഒരു ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു സാറിന് നമ്മളൊരു 10 വർഷം മുന്നേ സാർ ഇതൊക്കെ ഇപ്പോഴേ വിട്ടതാണെന്നുള്ള മാതിരിയാണ്. അല്ല അതിന് മുൻപും ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ കണ്ടിട്ട് ഉള്ളവരും കാണാത്തവരുമായിട്ടുള്ള ആൾക്കാര് ഒരുപാടുണ്ട്. ഇപ്പൊ ഇത് നമ്മള് ചില മീംസ് അല്ലെങ്കിൽ ഫോളോവൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ബട്ട് ദാറ്റ്സ് ട്രൂ. ഇപ്പൊ പെരുന്തച്ചന്റെ ഹെയർ സ്റ്റൈൽ അതെ അതെ അന്നത്തെ കാലത്ത് നല്ല ഫാഷനുള്ള ആരോ അല്ലേ? അതെ അതെ. അതുപോലെ മമ്മൂക്കാണെങ്കിലും ചില സിനിമകളിൽ ഹെയർ ഡൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ കളറ് വരുന്നത്. സോ എസ്പെഷ്യലി ഈ ഹെയർ സ്റ്റൈലിന്റെ കാര്യമൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നത് എല്ലാം തന്നെ നത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ്. ആ കോണ്ടെക്സ്ച്വലി നിങ്ങൾ അതിന് ഒരു പുതുമ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ. ഓക്കെ സാറിൻ്റെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിമൻ പാർട്ടിൽ നിന്ന് സാർ ഒരു എംപവർമെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരു അല്ലെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന പോലെ സാർ ആ ഇല്ലസ്ട്രേഷൻസിലൊക്കെ ഒരു അങ്ങനെ ഇത് കീപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ഉള്ളിലൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് സാർ ഇല്ലസ്ട്രേഷൻസ് എല്ലാം കൂടുതലും ചെയ്യുന്ന ഒരു വിമൻ ഇതാണല്ലോ. അപ്പം അതിനെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർലി മൈൻഡിലൊരു എലമെന്റ് ഉണ്ടോ? Because I am surrounded with a lot of strong women. Okay. You have to അത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ മതിയാവും. അല്ല അതങ്ങനെയാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളത് ഇനി ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ബട്ട് ഐ എം സറൗണ്ടഡ് വിത്ത് ലോട്ട് ഓഫ് സ്ട്രോങ് വിമൻ. അത് എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഐ എം സീയിങ് ദം ഇൻ മൈ എവറി ഡേ ലൈഫ്. എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ പോലും എൻ്റെ പരിസരത്ത് ഞാൻ വായിക്കുന്നതിൽ ഡെയിലി വായിക്കുന്ന ന്യൂസ് പേപ്പേഴ്സിൽ on the streets, in your observation, you are surrounded with lot of women with such power in them, such will in them. അത് നിങ്ങൾ പേര് കേട്ട ഒരു അല്ലെങ്കിൽ പ്രസിദ്ധിയുള്ള ഒരു ലേഡി ആയിക്കോണമെന്നില്ല. ബട്ട് ഐ ആം സീയിങ് ലോട്ട് ഓഫ് heroines in my real life. Okay. I'm surrounded with so many lot of strong women. Okay. So അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നതിൽ ഇല്ലസ്ട്രേഷൻസിൽ വരുന്നത്. ഏകദേശം 14 വർഷമായി ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? അപ്പം അന്നും ഇന്നും നമ്മൾ സക്സസ്ഫുള്ളായി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. അതിനു വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? വാട്ട്സ് യുവർ ഹോംവർക്ക്? നിങ്ങളുടെ ആർട്ടിൻ്റെ അല്ലെങ്കിൽ വാട്ട് എവർ മേ ബി യുവർ ഡിസിപ്ലിൻ അതിൻ്റെ ബേസിക്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ യു കീപ്പ് ഓൺ വർക്കിംഗ് ഓൺ യുവർ ബേസിക്സ് so that you get it right every time. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സിനിമ വർക്കാവുന്നത് പോലെ തന്നെ അടുത്ത സിനിമയും വർക്കാവും. അപ്പോൾ
ഇപ്പോൾ ബിഗ് ബി പോലെ അല്ലെങ്കിൽ ബാച്ചുലർ പാർട്ടി പോലെ അല്ലെങ്കിൽ ഡബിൾ ബാരൽ പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും വർക്കാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറി കാലത്തിനനുസരിച്ച് ഫൈൻ ട്യൂൺഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഡിസിപ്ലിൻ എന്താണോ അതിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സംഭവം അതർ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി പിന്നെ ഒരു ചേഞ്ചിങ് ടൈംസിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഒരു ആർട്ട് ഓർ ഡിസിപ്ലിനനുസരിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹൗ യു മാർക്കറ്റ് യുവർ സെൽഫ് എന്നുള്ളത് ഘടകമാവാം. ബട്ട് സ്റ്റിൽ ഈവൻ ഇഫ് യു വോണ്ട് ടു മാർക്കറ്റ് യുവർ സെൽഫ് ഓർ പ്ലേസ് യുവർ സെൽഫ് സംവെയർ യു നീഡ് ടു വർക്ക് ഓൺ യുവർ ഡിസിപ്ലിൻ, യുവർ ആർട്ട് ഫസ്റ്റ്. അപ്പം അതിൽ നിങ്ങൾ വിട്ടുവീഴ്ചകളില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ആക്ച്വലി ഫ്യൂച്ചറിൽ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാൻ പോകുന്ന ആൾക്കാർക്ക് കൂടെ വേണ്ടിയിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി വരാൻ പോകുന്നത് ഒരെണ്ണം 2 സിനിമകൾ ആണ് ഓൾറെഡി സംസാരിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഒരു ചെറിയ സിനിമയാണ്. അതിപ്പോൾ ടൈറ്റിൽ പറയാമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒന്ന് കുറുപ്പ്, ഒന്ന് ദ പ്രീസ്റ്റ്. ഈ 2 സിനിമകളാണ് ഇപ്പോൾ അച്ഛനെ മോനെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഈവൻ ദാറ്റ് വേ ടു ഐ ആം ലക്കി. ഒരേ സമയം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ, സൈമൾട്ടേനിയസ്ലി ദുൽഖർ എന്ന് പറയുന്ന നടൻ, ആക്ടർ, ആർട്ടിസ്റ്റ്. അപ്പം അതും ഈ ഭാഗ്യത്തിൻ്റെ ഭാഗം. ഓക്കെ, എന്തായാലും ഭാഗ്യം എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഒതുക്കുന്നില്ല. ഒബ്വിയസ്ലി യുവർ ഹാർഡ് വർക്ക് ഈസ് ബിഹൈൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ ജേർണി ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടും പോകട്ടെ. എല്ലാവിധ ആശംസകളും. അടുത്ത ടാസ്കിലോട്ട് കടക്കാൻ പോകണം. നെക്സ്റ്റ് റൗണ്ട് ഈസ് റാപ്പിഡ് ഫയർ. സോ റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. വേഗം ഉത്തരം പറഞ്ഞോളൂ, ആലോചിക്കാനുള്ള ടൈമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫേവറേറ്റ് കളർ? ബ്ലാക്ക്. ഇൻസ്പിറേഷണൽ പേഴ്സൺ ഫ്രം യുവർ ഫാമിലി? All of them. Favorite movie? Lot of them. Role model? 3 question ആണ് ചീറ്റ് ചെയ്തു. Biggest fear? I don't. You don't have any fears. Very good. Okay, most comfortable place? Being with your family. Maximum expressed emotion? Happiness. Favorite song? All Ennio Morricone, all Hans Zimmer, all Ilayaraja first, all Johnson songs. Okay, so many favorite songs. Okay. What would be the one thing you wish to change about yourself? Nothing. If there is anything, okay. 3 words to describe yourself. Probably one, always in fantasy. Fantasy? Fantasy. Okay. Always in a thought process. Thought? Yes. Thoughtful. Yeah, thoughtful. Definitely happy. Great. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ സ്മൈലി ആണ് വേർഡ്സ് ആയിരിക്കും പിക്ക് ചെയ്യുക? ഡൺ. സ്മൈൽസിൻ ബോട്ടിലിന്റെ 3ാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇതാണ് സ്മൈലീസിൻ ബോട്ടിൽ. ഇതിൽ നിന്നും ഒരു സ്മൈലി സെലക്ട് ചെയ്യണം. ഓരോ സ്മൈലിയുടെ പിന്നിൽ ഒരു ചെറിയ പണി അഥവാ ടാസ്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് ചെയ്യാം. ഒരെണ്ണം സെലക്ട് ചെയ്യാം. ആദ്യം ഇരുന്നത് തന്നെ എടുത്തേച്ചല്ലേ. ഓക്കെ,
അപ്പോൾ 5 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ പ്രവീൺ സാറിനുള്ള ടാസ്ക് ഇതാ ഇവിടെ റെഡിയാണ്. സ്മൈൽസ് ഇൻ ബോട്ടിൽ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. സോ അതൊരു ഡിസൈനറുടെ ആങ്കിളിൽ നിന്ന് വരയ്ക്കാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, പെയിന്റ് ബ്രഷ് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ സോ തുടങ്ങാം. ആയിക്കോട്ടെ. സ്മൈൽസ് ഇൻ ബോട്ടിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനാണ് കേട്ടോ, നേരത്തെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് സർ. ഇറ്റ്സ് എ പ്ലഷർ. അങ്ങനെ സ്മൈൽസ് ഇൻ ബോട്ടിലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു സോ മച്ച്.